ഹലോ, ഇന്ന് നമുക്കൊരു മുരിങ്ങയില തോരനായാലോ? അതിനായി ഞാൻ ഇവിടെ മുരിങ്ങയിലയെല്ലാം പറിച്ചുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട്. അതൊന്ന് കൊട്ടിക്കൊടഞ്ഞൊക്കെ എടുക്കണം ആദ്യം തന്നെ ഒന്ന്. വീണ്ടും അത് നന്നായിട്ട് നോക്കണം, അതിൽ വല്ല ചെറിയ ചിലന്തിയൊക്കെ ഉണ്ടാവും. അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുക്കുവാണ് അതിൻ്റെ ഇതളുകൾ. വീണ്ടും വീണ്ടും അതിനകത്ത് എന്തെങ്കിലും ചെറിയ ജീവികളുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഈയിടെയായിട്ടൊക്കെ എന്തോ തുമ്പപ്പൂവൊക്കെ കഴിച്ചിട്ട് എന്തോ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ ഇതിനകത്തുള്ള എന്തെങ്കിലും വിഷജീവികളൊക്കെ ആയിരിക്കാം പ്രശ്നം. അപ്പോൾ അല്ലാതെ മുരിങ്ങയിലേക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളതൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഇലവർഗ്ഗങ്ങളെല്ലാം എടുക്കുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ജീവികൾ പിടിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കണം. ഇത് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ അടർത്തി എടുക്കുവാണ്. ഇത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു ജോലി എന്ന് പറയാനായിട്ട്. ബാക്കി തോരനുണ്ടാക്കലൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും. ഞാനിവിടെ മുഴുവനും മുരിങ്ങയിലയെല്ലാം ഇങ്ങനെ വിടർത്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഞാനിത് പലതവണ ഒന്ന് വെട്ടത്തൊക്കെ കൊണ്ടുവച്ച് നോക്കുന്നുണ്ട് എന്തെങ്കിലും ജീവികൾ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന്. അതിനുശേഷം നമുക്കിതൊന്ന് പതുക്കെ കഴുകിയെടുക്കാം. കഴുകിയെടുത്ത മുരിങ്ങയില ഞാൻ ഇവിടെ വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി ചേരുവകൾ കൂടി റെഡിയാക്കി എടുക്കണം. അതിനായി ഇവിടെ ഞാനൊരു ഇടത്തരം സവോള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തോരനാണല്ലോ, അപ്പോൾ തേങ്ങയും കൂടെ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലേക്ക് നമ്മൾ എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിക്കുന്നു. പിന്നെ നമ്മളതിലേക്ക് ആ ഉണക്കമുളകൊന്ന് മുറിച്ചിട്ടു. പിന്നെ നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ആ സവോളയും പച്ചമുളകും കൂടെ ചേർക്കുവാണ്. ആ സവോളയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ മുരിങ്ങയില കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം. ഞാൻ ഉപ്പ് പിന്നീടാണ് ചേർക്കുന്നത്, കാരണം നമ്മൾ ആദ്യം ഇട്ട് കണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് വല്ലാതെ ഒതുങ്ങി പോകും. കുറച്ചേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ടാൽ ചിലപ്പോൾ കൂടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അതൊന്ന് ആവി കയറി ഒന്ന് ഒതുങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് വെച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ചാൽ മതി. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നാടൻ ഒരു വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. താങ്ക് യു.